ഇന്ന് ദിവസം 162. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ: 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 12, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 10, 11, ഉത്തമഗീതം അധ്യായം 1. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 12. രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ശെഖേമിൽ സമ്മേളിച്ചതിനാൽ റഹോബോവാം അവിടെ വന്നു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി. സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ പറഞ്ഞു: നിങ്ങളിപ്പോൾ പോകുവിൻ, 3 ദിവസം കഴിഞ്ഞ് വരുവിൻ. ജനം മടങ്ങിപ്പോയി. റഹോബോവാം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു: ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു: അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്തു വളർന്ന പാർശ്വവർത്തികളായ യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി, അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക: എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ട് അടിക്കും. രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെറോബോവാമും ജനവും 3-ാം ദിവസം റഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു: എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു: ദാവീദുമായി ഞങ്ങൾക്കെന്ത് ബന്ധം? ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വാഴ്ച നടത്തി. അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിനെ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നു. ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ റഹോബോവാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി. അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി അവനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി. യൂദായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. സോളമൻ്റെ പുത്രൻ റഹോബോവാം ഇസ്രായേലിൽ ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ 180,000 പേരെ സ്വീകരിച്ചു. എന്നാൽ പ്രവാചകനായ ഷെമായയോട് ദൈവം അരുളി ചെയ്തു: യൂദായിലെ രാജാവും സോളമൻ്റെ മകനുമായ റഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഭവനങ്ങളോടും മറ്റ് ജനത്തോടും പറയുക: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മുൻപോട്ട് പോകരുത്. നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത്. വീടുകളിലേക്ക് മടങ്ങുവിൻ. ഞാനാണ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ വാക്കുകേട്ട് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു. ജെറോബോവാം എഫ്രായിം മലനാട്ടിൽ ശെഖേം ബലിഷ്ഠമാക്കി അവിടെ താമസിച്ചു. പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ഠമാക്കി. അവൻ ആത്മഗതം ചെയ്തു. ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദാ രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും
അവർ എന്നെ വധിച്ചതിനു ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട. ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിലൊന്നിലെ ബെഥേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇത് പാപമായി തീർന്നു. ബെഥേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു. അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി. യൂദായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി. ബലിപീഠത്തിൽ അവൻ ബലികൾ അർപ്പിച്ചു. താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബെഥേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബെഥേലിൽ നിയമിച്ചു. അവൻ 8-ാം മാസം 15-ാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബെഥേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 10. രാജ്യം പിളരുന്നു. റഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ശെക്കമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ സോളമൻ്റെ അടുത്ത് നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുകവും കഠിനവേലയും ലഘൂകരിച്ചു തരിക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ. റഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബോവാം രാജാവ് തൻ്റെ പിതാവായ സോളമൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടി. അങ്ങത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും റഹോബോവാമിൻ്റെ അടുത്ത് വന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്കെന്ത് ബന്ധം? ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദെ നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേല്യർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യരെ ഭരിച്ചു. പിന്നീട് റഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലിൻ്റെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. റഹോബോവാം രാജാവ് തിടക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേല്യർ ഇന്നും ദാവീദിൻ്റെ ഭവനത്തോട് മത്സരത്തിലാണ്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 11. റഹോബോവാം ജെറുസലേമിലെത്തിയതിനു ശേഷം യൂദാ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി. അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 1,80,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷെമായയോട് കർത്താവ് അരുളി ചെയ്തു, സോളമൻ്റെ മകനും യൂദാ രാജാവുമായ റഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേല്യരോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്.
ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി. ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. റഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബെത്ലേഹം, ഏതാം, തെക്കോവ, ബെത്സൂർ, സൊക്കെ, അദുല്ലാം, ഗത്ത്, മരേഷ, സിഫ്, അദോരായും, ലാക്കിഷ്, അസേക്ക, സോറ, അയ്യാലോൺ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി. ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണ സാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബോവാമിൻ്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാ രാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലമത്രയും സോളമൻ്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിൻ്റെ മകൻ യെരിമോത്തിൻ്റെയും ജസ്സയുടെ മകനായ എലിയാബിൻ്റെ മകൻ അബിഹായേലിൻ്റെയും മകൾ മഹലത്തിനെ റഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യെവൂഷ്, ഷമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സീസ, ഷെലോമിത്ത് എന്നിവർ ജനിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരുമുണ്ടായിരുന്നു. തൻ്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയേക്കാൾ അധികമായി അവൻ അബ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. ഉത്തമഗീതം, അദ്ധ്യായം 1. സോളമൻ്റെ ഉത്തമഗീതം. മണവാട്ടി, നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു. എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം. രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും. അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമൻ്റെ തിരശ്ശീലകൾ പോലെയും അഴകുള്ളവളാണ്. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ. എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു. അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി. എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക, നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു? ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു? ഞാൻ എന്തിന് നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം? തോഴിമാർ, സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുക. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. മണവാളൻ, എൻ്റെ പ്രേമധാമമേ, ഫറവോയുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു. നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. മണവാട്ടി, രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജടാമഞ്ചി തൂമണം തൂകി. എൻ്റെ പ്രാണപ്രിയൻ സ്തനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശച്ചിമിഴ് പോലെയാണ്. എൻ്റെ പ്രാണപ്രിയൻ എൻഗേദിയിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുല പോലെയാണ്. മണവാളൻ
എൻ്റെ പ്രിയേ, ഹാ, നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. മണവാട്ടി, എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം.